നമ്മൾ നോക്കുന്നത് രണ്ടു തരം കമ്മ്യൂണിക്കേഷനാണ്. ഒന്ന് ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷനും ബാൻഡ് പാസ് കമ്മ്യൂണിക്കേഷനും. ഈ ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒറിജിനൽ ഇൻഫർമേഷന്, അതായത് ടെക്സ്റ്റ് അല്ലെങ്കിൽ വോയിസ്, പിക്ചർ, ഇങ്ങനെയുള്ള ഇൻഫോർമേഷനെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഇൻഫോർമേഷൻ അതിന്റെ ഈക്വലന്റ് ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അത് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫർമേഷന്റെ ഇലക്ട്രിക്കൽ ഈക്വലന്റ് സിഗ്നലിനെയാണ് നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ. ഇലക്ട്രിക്കൽ ഈക്വലന്റ് ഓഫ് ഒറിജിനൽ ഇൻഫർമേഷൻ ഇസ് നോൺ ആസ് ബേസ് ബാൻഡ് സിഗ്നൽ. അപ്പൊ ആ ഒറിജിനൽ ഇൻഫർമേഷന് ഒരു മാറ്റവും വരുത്താതെ നമുക്ക് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആംപ്ലിഫൈ അല്ലാതെ ആ സിഗ്നലിന് ഒരു മാറ്റവും വരുത്താതെ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സ്പെക്ട്രം വരയ്ക്കുമ്പോൾ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി സ്പെക്ട്രം ആണ്. അപ്പൊ ഫ്രീക്വൻസി പിന്നെ എന്താണ്, ഈ y ആക്സിസിനകത്ത് നമുക്ക് ഫ്രീക്വൻസിന്ന് ഹെഡ്സ്, പിന്നെ എന്താണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇതാണ് 0 എന്ന് പറയുന്നത്. ബേസ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം 0 ആണ്, 0 ടു f, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വരെയാണ് വരുന്നത്. ഇതാണ് നമ്മൾ ബേസ് ബാൻഡ് ഫ്രീക്വൻസി, ബേസ് ബാൻഡ് കമ്മ്യൂണിക്കേഷന്റെ സ്പെക്ട്രം. എപ്പോഴും എന്താണ് 0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ബാൻഡ് പാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ്, ഇൻഫർമേഷനെ നമ്മൾ ഈക്വലന്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് അതിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഈ സിഗ്നലിന്റെ സ്പെക്ട്രം നമ്മൾ വേറെ ഫ്രീക്വൻസിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, മോഡുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രീക്വൻസി സ്പെക്ട്രം ഷിഫ്റ്റ് ചെയ്യുന്നതാണ് മോഡുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സിഗ്നലിനെയാണ്, മോഡുലേറ്റഡ് സിഗ്നലിനെയാണ് നമ്മൾ ബാൻഡ് പാസ് സിഗ്നൽ. അപ്പോ ഒരു ഒറിജിനൽ മെസ്സേജ് സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്, അതിനെയാണ് ബാൻഡ് പാസ് സിഗ്നൽ. ഓക്കെ, ഇവിടെ സ്പെക്ട്രം എപ്പോഴും 0യിൽ നിന്നാണ് ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാൻഡ് പാസ് സിഗ്നലിനകത്ത് ഒരിക്കലും എന്താണ് 0 മാത്രമല്ല ഷിഫ്റ്റ് സിഗ്നലെല്ലാം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ സിഗ്നൽ. അപ്പൊ ഈ ഒരു സിഗ്നൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ F1 എന്ന് പറയും, ഇതെന്തായിരിക്കും F2. ഇവിടെ നമ്മൾ ഫ്രീക്വൻസിയാണ് ഹെഡ്സിനകത്ത് വരുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബാൻഡ് പാസ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ മോഡുലേഷന് ശേഷം നമ്മൾ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബാൻഡ് പാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് മോഡുലേഷനെ കുറിച്ചാണ്. ഓക്കെ, ഈ മോഡുലേഷനകത്ത് രണ്ട് സിഗ്നൽസ് ആണ് ഉള്ളത്. ഒന്ന് പറഞ്ഞാല് കാരിയർ സിഗ്നൽ, രണ്ട് മോഡുലേറ്റിംഗ് സിഗ്നൽ. ഓക്കെ, ഈ മോഡുലേറ്റിംഗ് സിഗ്നലിനെയാണ് നമ്മൾ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്താണ് മെസ്സേജ് സിഗ്നൽ. അപ്പൊ നമുക്ക് എന്താണ്, മെസ്സേജസിനെയാണ്, അതായത് ഇൻഫോർമേഷൻസിനെയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ മോഡുലേഷൻ സിഗ്നലിനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് അല്ലെ വോയിസ്, ഇതിന്റെ ഒക്കെ ഇലക്ട്രിക്കൽ ഈക്വലന്റ് സിഗ്നൽ ആണെന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി എന്താണ്, നമുക്കറിയാം. ഒരു ഓഡിയോ ഫ്രീക്വൻസി, ഓഡിയോ സിഗ്നൽ ഫ്രീക്വൻസി വരുവാണെന്നുള്ളത് എത്രയാണ്, 20 to 20 കിലോ ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി റേഞ്ച്, 20 to 20 കിലോ ഹെർട്സ്. ഓക്കെ, ഇതിനെ നമ്മൾ ഡയറക്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു സിഗ്നലിനെ ഡയറക്റ്റ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നോയ്സിന്റെ എഫക്ട് കൂടും. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് പോസിബിൾ അല്ല, അല്ലെ. അപ്പൊ അതേപോലെ തന്നെ എന്താണ്, നമ്മൾക്കറിയാം ഡിഫറെന്റ് ചാനൽസ് ഒക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് ഈ ചാനലുകളിലൊക്കെ ഇതേ ഫ്രീക്വൻസി തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ഓരോ ചാനലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണങ്ങൾ ഇതൊക്കെ പല കാരണങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാണെന്ന് പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് പോസിബിൾ അല്ല, ഫ്രീക്വൻസി കുറയുന്നത് കൊണ്ട് എന്താണ്, ലോങ് ഡിസ്റ്റൻസിനകത്ത് നമുക്ക് ആ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സിഗ്നലിന് പകരം നമ്മൾ എന്താണ്, ഹൈ ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ ഹൈ ഫ്രീക്വൻസിയുള്ള സിഗ്നലിനെയാണ് നമ്മൾ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പൊ കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞതാണ് ഇവിടെയുള്ള ഇൻഫോർമേഷനെ ക്യാരി ചെയ്യുന്ന സിഗ്നൽ ആയതുകൊണ്ടാണ് അതിന് നമ്മൾ എന്താ പറയും, കാരിയർ സിഗ്നൽ. അപ്പൊ കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി എപ്പോഴും എന്താണ്, മോഡുലേറ്റഡ് സിഗ്നൽ ഫ്രീക്വൻസിനേക്കാളും വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, മോഡുലേറ്റഡ് സിഗ്നലിന് പകരം കാരിയർ സിഗ്നലിനെ അത്
ട്രാൻസ്മിറ്റ് ചെയ്ത്. അപ്പൊ കാരിയർ സിഗ്നൽ എന്ന് പറയുന്നതാണ് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ്. അതിനകത്ത് എന്തില്ല, ഇൻഫോർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഇൻഫോർമേഷൻ, അതായത് ഇൻഫോർമേഷൻ എവിടെയാണുള്ളത്, മോഡുലേറ്റഡ് സിഗ്നലിലാണുള്ളത്. ആ മോഡുലേറ്റഡ് സിഗ്നൽ ഇൻഫോർമേഷനെ കാരിയർ സിഗ്നലിനകത്തേക്ക് നമ്മൾ പുട്ട് ചെയ്തതിനു ശേഷം കാരിയർ സിഗ്നൽ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മോഡുലേറ്റ് ചെയ്യുന്ന സിഗ്നൽ ഏതാണ്, കാരിയർ സിഗ്നൽ ആണ്. ഓക്കെ, എന്തിനനുസരിച്ചിട്ടാണ് മോഡുലേറ്റ് ചെയ്യുന്നത്, മെസ്സേജിനനുസരിച്ചിട്ടാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിഗ്നലിനകത്ത് എപ്പോഴും മെസ്സേജ് എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് നോക്കുക. ഒരു സിഗ്നൽ എന്ന് പറയുന്നതാണല്ലോ, ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഇതിപ്പോ ഒരു സൈൻ വേവ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ വരക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, എന്താണ് ആംപ്ലിറ്റ്യൂഡ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് കേട്ടോ. ഇതിനെ നമ്മൾ ഇൻസ്റ്റന്റീനിയസ് വാല്യൂസ് എന്ന് പറയും. ഇവിടെ നമ്മൾ ടൈമാണ് പറയുന്നത്. ഓരോ ടൈമിനും അനുസരിച്ചിട്ടും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ ഇൻസ്റ്റന്റീനിയസ് ആംപ്ലിറ്റ്യൂഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് മിനിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എപ്പോഴും ഇൻഫോർമേഷൻ എവിടെയും ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിലാണ് കേട്ടോ. അത് ഓർത്ത് വെക്കണം. ഇൻഫോർമേഷൻ എപ്പോഴും ഒരു സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനകത്താണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പാരാമീറ്റർ ആണെന്ന് പറയുന്നത് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫ്രീക്വൻസി നമുക്കറിയാം. ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ടൈം പീരീഡ്. അപ്പോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, 1 ടൈം പീരീഡിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരാമീറ്റർ ആണെന്ന് പറയുന്നത് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ സിഗ്നലിന്റെ ഫേസ് റെഫറൻസ് സിഗ്നൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത സിഗ്നൽ എന്താണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് എന്ന് പറയുന്നത് ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് പാരാമീറ്റേഴ്സ് ആണ് സിഗ്നലിനകത്ത് ഉണ്ടാകുക. ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത് എന്താണ് ഫ്രീക്വൻസി, മൂന്നാമത്തത് ഫേസ്. ഓക്കെ, ഇതിനകത്ത് ഇൻഫോർമേഷൻ ആംപ്ലിറ്റ്യൂഡിനകത്താണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത കാരിയറിന്റെ പാരാമീറ്റർ. അതായത് കാരിയറിന്റെ പാരാമീറ്റർ എന്തൊക്കെയാണ്, ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ഫേസ്. ഓക്കെ, മോഡുലേറ്റ് സിഗ്നൽ എന്താണ്, ഇതൊക്കെ ഉണ്ടാവും. ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും, ഫേസ് ഉണ്ടാവും. പക്ഷെ ആംപ്ലിറ്റ്യൂഡിനകത്ത് എന്താ ഉള്ളത്, ഇൻഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ഈ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട്, അതായത് ഇൻസ്റ്റന്റീനിയസ് വാല്യൂസിനനുസരിച്ച് കാരിയറിന്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ, ഒന്നുമില്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആവാം, അല്ലെങ്കിൽ എന്താണ് ഫ്രീക്വൻസി ആവാം, അല്ലെങ്കിൽ എന്താണ് ഫേസ് ആവാം. അത് ഏതെങ്കിലും ഒരു പാരാമീറ്റർ വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോഡുലേഷൻ എന്ന് പറയുന്നത്. ഒരു പാരാമീറ്റർ മാത്രമേ വേരി ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ കാരിയറിന്റെ ഫ്രീക്വൻസി ഫേസ് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, കാരിയറിന്റെ ഫ്രീക്വൻസി വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഫേസ് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. കാരിയറിന്റെ ഫേസ് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസി എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻ മോഡുലേഷൻ വൺ ഓഫ് ദ പാരാമീറ്റർ ഓഫ് ദ കാരിയർ changes in accordance with the instantaneous values of modulating signal where other parameters of the carrier kept constant. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റീനിയസ് വാല്യൂസ്, അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് കാരിയറിന്റെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ വേരി ചെയ്യും. അപ്പൊ ബാക്കി രണ്ട് പാരാമീറ്റർ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. ഇതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കാരിയറിനെ മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേവ് ആണെന്ന് പറയുന്നത് മോഡുലേറ്റഡ് വേവ്. മോഡുലേറ്റഡ് വേവ്. ഓക്കെ, അപ്പൊ ഈ മോഡുലേഷൻ 3 വേവ് ആണുള്ളത്, 3 സിഗ്നൽസ്. അതായത് എന്താണ്, കാരിയർ സിഗ്നല്, മോഡുലേറ്റിംഗ് സിഗ്നല്, മോഡുലേറ്റഡ് വേവ് അല്ലെങ്കിൽ മോഡുലേറ്റഡ് സിഗ്നൽ. ഓക്കെ, അപ്പൊ ഈ മോഡുലേറ്റഡ് വേവ് ആണ് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. ഓക്കെ, ഇതിന്റെ ഹൈ ഫ്രീക്വൻസി കാരണം എന്താണ്, കാരിയറിന്റെ ഫ്രീക്വൻസി ഹൈ ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ മോഡുലേഷൻ നടക്കുന്നത് എവിടെയാണ്, ട്രാൻസ്മിറ്ററിലാണ്. ഓക്കെ, ട്രാൻസ്മിറ്ററിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ, ഒന്ന് മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ്, പിന്നെ എന്താണ് ലോക്കലി ജനറേറ്റഡ് ഓസിലേറ്റർ ഉപയോഗിച്ചിട്ട് ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ്, അതിനെയാണ് നമ്മൾ കാരിയർ സിഗ്നൽ. ഇത് രണ്ടും തമ്മിൽ എന്താണ് മോഡുലേറ്ററിനകത്ത് കൊടുക്കും. ഈ മോഡുലേറ്റർ ആണ് മോഡുലേഷൻ ചെയ്യുന്നത്.
ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന വേവ് ആണ് എന്ത് പറയുന്നത് മോഡുലേറ്റഡ് വേവ്. ഓക്കെ, ഈ വേവ് എന്ത് ചെയ്തു ട്രാൻസ്മിറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഈ റിസീവർ എന്താ ചെയ്യുന്നത് ഈ മോഡുലേറ്റഡ് വേവിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മോഡുലേറ്റഡ് വേവിനെ പിടിച്ചെടുത്തതിന് ശേഷം ആംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഒറിജിനൽ മെസ്സേജ് തിരിച്ചെടുക്കണം, എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കണം. അതിനെയാണ് നമ്മൾ ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. ഡീമോഡുലേഷൻ. ഓക്കെ, ഡീമോഡുലേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാക്ടിങ് ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ ഫ്രം മോഡുലേറ്റഡ് സിഗ്നൽ. ഓക്കെ, അപ്പോ ഒറിജിനൽ മെസ്സേജ് സിഗ്നലിനെ മോഡുലേറ്റഡ് സിഗ്നലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതിനാണ് നമ്മള് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. ഇതെവിടെയാണ് ഉണ്ടാവുക റിസീവറിനകത്താണ് കേട്ടോ, റിസീവറിനകത്ത്. ഓക്കെ, മോഡുലേറ്റർ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ ഡീമോഡുലേറ്റർ എവിടെയാണ് ഉണ്ടാവുക റിസീവറിനകത്താണ്. ഓക്കെ, ഇത്രയാണ് മെയിൻ ആയിട്ട് മോഡുലേഷൻ ഡീമോഡുലേഷനും പറയുന്നത്. ഇനി അടുത്താണ് നമ്മൾ നോക്കുന്നത് നീഡ് ഫോർ മോഡുലേഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ മോഡുലേറ്റ് ചെയ്യാതെ ബേസ് ബാൻഡ് സിഗ്നൽ അതായത് ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പല ലിമിറ്റേഷൻസും ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെയാണ് റിഡക്ഷൻ ഓഫ് ആന്റിന ഹൈറ്റ്. ഓക്കെ, ഈ ആന്റിനയുടെ ഹൈറ്റും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ വേവ് ലെങ്ത്തും തമ്മിൽ റിലേറ്റ് ആണ്. അപ്പൊ ആന്റിനയുടെ ഹൈറ്റ് ഈസ് ഇക്വൽ ടു മിനിമം ആന്റിന ഹൈറ്റ് ഈസ് ഇക്വൽ ടു എന്താണ് λ/4 ആണ്. ആന്റിന ഹൈറ്റ് is equal to λ/4. ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ആണ്. അപ്പോ ലാംഡയും ഫ്രീക്വൻസിയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് സി is equal to ലാംഡ ഇൻറ്റു എഫ്. സി എന്ന് പറയുന്നത് എന്താണ് വെലോസിറ്റി ആണ്, വെലോസിറ്റി ഓഫ് ദ സിഗ്നൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സി is equal to 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതായത് വെലോസിറ്റി ഓഫ് ദ ലൈറ്റിന്റെ വെലോസിറ്റിയിലാണ് ഇത് ട്രാവൽ ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ 3 × 10⁸. ഇത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആദ്യം ലാംഡ കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം ആനയുടെ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എഫ് is equal to നമ്മൾ എന്താണ് 10 കിലോ ഹെർട്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാംഡ is equal to എന്താണ് C/F ആണ്. ദാറ്റ് is equal to 3 × 10⁸ ഡിവൈഡ് ബൈ എന്താണ് 10 കിലോ ഹെർട്സ് ആണ് 10 × 10⁻³ ആണ്. 3/10 എന്ന് പറയുന്നതെങ്കിലും 0.3 ആണ്. 0.3 × 10⁻⁸ - 3 is equal to 5 ആണ്. ദാറ്റ് is equal to നമുക്ക് കിട്ടും 3 × 10⁻⁴. ഓക്കെ, അങ്ങനെയാണെങ്കിൽ L is equal to ആന്റിനയുടെ ഹൈറ്റ് L is equal to λ/4 ആണ്. ദാറ്റ് is equal to 3 × 10⁻⁴ ഡിവൈഡ് ബൈ 4. ഓക്കെ, 3/4 എന്ന് പറയുന്നതാണ് 0.75 × 10⁻⁴. ദാറ്റ് is equal to 7500 മീറ്റർ ആണ് എന്ന് പറയുന്ന ആന്റിനയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴാണ് ഫ്രീക്വൻസി is equal to 10 കിലോഹെർട്സ് ആണ്. ഇനി F is equal to എന്താണ് 1 മെഗാ ഹെർട്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. 1 മെഗാ ഹെർട്സ് ആണെങ്കിൽ ലാംഡ is equal to 3 × 10⁸ ഡിവൈഡ് ബൈ 1 × 10⁻⁶. ഓക്കെ, ദാറ്റ് is equal to 3 × 10⁻² ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെങ്ത് is equal to എന്തായിരിക്കും λ/4 ആണ്. ദാറ്റ് is equal to 3 × 10⁻² ഡിവൈഡ് ബൈ 4. 3/4 എന്ന് പറഞ്ഞാൽ 0.75 × 10⁻² ആണ്. ദാറ്റ് is equal to 75. ഓക്കെ, 0.75 മീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇവിടെ ഫ്രീക്വൻസി 10 ആവുമ്പോൾ 7500 മീറ്റർ ആയിരുന്നു. വെറും ഫ്രീക്വൻസി നമ്മൾ ഇൻക്രീസ് ചെയ്തു അല്ലെ, ട്രാൻസ്മിറ്റ് ചെയ്ത് 1 മെഗാ ഹെർട്സ് ആകുമ്പോൾ അതിന്റെ 75 മീറ്റർ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആനയുടെ ഹൈറ്റ് എന്ത് ചെയ്യാൻ പറ്റും റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് അവോയ്ഡ് ദ മിക്സിംഗ് ഓഫ് ദ സിഗ്നൽസ്. ഓക്കെ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ ഡയറക്റ്റ് ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി വരുന്നത് എത്രയാണ് 20 to 20 കിലോ ഹെർട്സ് ആണ്. ഓക്കെ, അപ്പൊ കുറെ ചാനൽസ് ഉണ്ടല്ലേ, നമ്മൾ റേഡിയോ ചാനൽ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ റേഡിയോ ചാനലും 20 to 20 കിലോ ഹെർട്സ് ആകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എല്ലാ സിഗ്നലും തമ്മിൽ മിക്സ് ആയി പോകാൻ ചാൻസ് ഉണ്ട്, ഫ്രീക്വൻസി മിക്സിംഗ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് പകരം നമ്മൾ മോഡുലേറ്റ് ചെയ്തിട്ട് ഓരോ ചാനലും ഓരോ ഫ്രീക്വൻസി ഓരോ കെയർ ഫ്രീക്വൻസി ആവുമ്പോൾ
ട്രാൻസ്മിറ്റ് ചെയ്ത ഫ്രീക്വൻസികൾ തമ്മിൽ എന്താവും എന്താണ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് മിക്സിംഗ് അവിടെ നടക്കത്തില്ല. അപ്പൊ ചാനൽ സെപ്പറേഷൻ പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡുലേറ്റ് ചെയ്യാം. അതിനെയാണ് നമ്മൾ അവോയ്ഡ് മിക്സിംഗ് ഓഫ് ദ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് അവോയ്ഡ് ദ മിക്സിംഗ് ഓഫ് ദ സിഗ്നൽസ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെന്റ് ചാനലിന് ഡിഫറെന്റ് ഫ്രീക്വൻസി നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമതാണ് ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ ബേസ് ബാൻഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി നമുക്കറിയാം ലോ ഫ്രീക്വൻസി ആണ്. അപ്പൊ ലോ ഫ്രീക്വൻസി ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറ്റൻവേഷൻ സംഭവിക്കും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യും, അതിന്റെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അറ്റൻവേഷൻ കുറയും. ഹൈ ഫ്രീക്വൻസിനകത്ത് എന്തായിരിക്കും അറ്റൻവേഷൻ കുറവായിരിക്കും. അങ്ങനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്താണ്, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ്. അത് അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് എന്തായിരിക്കും വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മോഡുലേഷന്റെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അടുത്തതാണ് മൾട്ടിപ്ലക്സിംഗ് ഈസ് പോസിബിൾ. എന്താണ് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നതായിരിക്കും, നമ്മള് ഒരു ചാനൽ വഴി ഡിഫറെന്റ് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ തുറന്നത് മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത് ഒരു കെയർ ഫ്രീക്വൻസിയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആ കെയർ ഫ്രീക്വൻസിനകത്ത് തന്നെ എന്താണ് ഡിഫറെന്റ് സിഗ്നൽസ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രീക്വൻസിനെ നമുക്ക് വേർതിരിച്ചെടുക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ എന്താണ് മൾട്ടിപ്ലക്സിംഗ് ഈസ് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡുലേഷൻ. മോഡുലേഷൻ വഴി ഡിഫറെന്റ് സിഗ്നൽസിന് ഒറ്റ ചാനൽ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ ടൈമില് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ. ഓക്കെ, നമ്മള് ഫ്രീക്വൻസി മോഡുലേഷൻ അല്ലെങ്കിൽ എന്താണ് ഡിജിറ്റൽ മോഡുലേഷൻ, അതായത് PCM ഒക്കെ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നോയിസിന്റെ എഫക്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന സിഗ്നലിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പോസിബിൾ ആണ് മോഡുലേഷൻ വഴി ആയതുകൊണ്ടാണ്. ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. ആൻഡ് ഹൈറ്റ് വളരെ കൂടുതലായിരിക്കും, മിക്സിംഗ് പോസിബിൾ അല്ല, റേഞ്ച് ഓഫ് കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും, മൾട്ടിപ്ലക്സിംഗ് ഇമ്പോസിബിൾ ആയിരിക്കും, ക്വാളിറ്റി ഓഫ് റിസപ്ഷൻ എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സിഗ്നൽസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മോഡുലേഷന്റെ പ്രത്യേകതകൾ.